ഏറ്റുമാനൂരിലെ ജൈനമ വധക്കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. കേസിലെ നിർണായക സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ മനോജിന്റെ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ജൈനമ കൊല്ലപ്പെട്ടുവെന്ന് അന്വേഷണ സംഘം കരുതുന്ന ദിവസം പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയ ഏക സാക്ഷിയാണ് മനോജ്. സെബാസ്റ്റ്യന്റെ ആവശ്യപ്രകാരം മദ്യവുമായാണ് അയാൾ വീട്ടിലെത്തിയത്. സെബാസ്റ്റ്യൻ ജൈനമയുടെ സ്വർണ്ണമാല പണയം വെച്ചതും തന്റെ പേരിലാണെന്ന് മനോജ് സമ്മതിക്കുന്നു. പിന്നീട് വിൽപ്പന നടത്താനും സഹായിച്ചു. 2024 ഡിസംബർ 23-ന് മനോജ് സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയപ്പോൾ ജൈനമയുടെ മൃതദേഹം അകത്തുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇവിടുത്തെ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വാങ്ങിയ പ്രോപ്പർട്ടിയാണോ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ലാസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ജൈനമ കേസിനകത്ത് ആകപ്പാട് അന്നത്തെ ആ സ്പോട്ടിൽ വന്നിട്ടുള്ള ആളെ കേട്ട മാത്രമാണല്ലോ. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഏത് ഡേറ്റ്? ഡിസംബറിൽ തന്നെയാണോ വരിക? ഡിസംബർ 23-ാം തീയതിയാണ് ചെല്ലുന്നത്. എപ്പോഴാണ് ചെന്നത്? ഇയാൾ എന്ത് വിളിച്ചു പറയട്ടെ എന്നാ? നിങ്ങൾ എന്നിട്ട് വീട്ടിൽ കയറ്റിയോ നിങ്ങളെ? എന്ത് പറഞ്ഞു വിട്ട്? അവിടെ അടച്ചിട്ടേക്ക് വരുന്നു, കരയൊക്കെ അടച്ചിട്ടേക്ക് വരും. സൈഡിൽ തേങ്ങ വീടാന്ന് നോക്കുന്നു പറഞ്ഞു. ഞാൻ അടിച്ച് വണ്ടി കയറി പോന്നു. എപ്പോഴും ഇയാൾക്ക് വിളിച്ചു പറയുന്നത്? ചേട്ടൻ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ? ഒന്നും എനിക്ക് വേറെ പ്രത്യേകിച്ച് സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ്. വേറെ ഇതിനെ കുറിച്ച് വേറെ ഇപ്പോഴല്ലേ നമുക്ക് ഇതിനെ കുറിച്ച് അറിയണത്. പോലീസിന് കണക്കൂട്ടി ഡിസംബർ 23 രാത്രി മരണപ്പെട്ടു അന്നാണ് ഞാൻ ചെന്നതല്ലേ? അതുകൊണ്ട് ഞാൻ ഒരു 2 പ്രാവശ്യം എന്താ സ്വർണ്ണം പണയം വെക്കാൻ അന്നാണ് വന്നത്. അന്നപ്പോ എനിക്ക് ഒരു ഏറ്റുമാനൂർ വീട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഏറ്റുമാനൂർ ഫ്രിഡ്ജായിട്ട് പോകണമെന്ന് പറയാൻ. അപ്പൊ അങ്ങനെയാണ് ഇയാളോട് ഞാൻ പറയുന്നത്. ഫ്രിഡ്ജ് മേടിക്കാനാണ് പണയം വെക്കാനെന്നാണ് അയാൾ പറഞ്ഞത്. അന്നേരം അവിടെ ചെന്നപ്പോൾ വേറെ ഐഡിയയില്ല. എങ്ങനെ വെക്കണം? അപ്പൊ എനിക്ക് പരിചയമുള്ള ബാങ്ക് മാലയിൽ എനിക്ക് പരിചയമുള്ള അങ്ങനെ അവിടെ കണ്ടു. അന്നേരം പറയുന്ന സംഭവം ഐഡിയയില്ലാണ്ട് വെക്കാൻ പറ്റിയ. പക്ഷെ അവരെന്നിട്ട് വാങ്ങിയല്ലോ സ്വർണ്ണം. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വെച്ചാൽ എന്റെ വീട്ടിൽ വെച്ചല്ലോ. നമുക്ക് ആ ഓട്ടം കിട്ടുന്ന അത് സ്ഥിരമായിട്ട് ഓട്ടം വിളിക്കാറുണ്ടോ? എങ്ങോട്ടേക്ക് പോകുന്നത്? അവരുടെ വീട്ടിലാണ് ഇത്രയും വലിയ സംഭവമാണെന്ന് കരുതിയോ? ഈ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെ ആകുന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇത് കഴിഞ്ഞിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ. ഇയാൾ ജൈനമയെ കൊണ്ടുവരുന്ന എന്തായാലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ജൈനമ ഇവിടെ വരുന്ന ഇയാളുടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. എനിക്ക് അവർ അറിയാവുന്നത് ഇതിനൊക്കെ അറിയാം. നമ്മൾ ആ ഒരു വേറെ തന്നെ കണ്ടാൽ നമ്മൾ ചോദിക്കും. എന്റെ വണ്ടികളൊന്നും ഇവിടെയൊന്നും ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് തന്നെ ഇവിടെ മൊത്തം അവിടെ ടയറുകട വരെ പിന്നീട് കേന്ദ്രം പ്രൈവറ്റ് ബസ്സൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഈ സ്വർണം കൊണ്ട് തന്നിട്ട് ഇയാൾ എന്ത് പറഞ്ഞു? കൂടെ വന്നോ സെബാസ്റ്റ്യൻ? അന്ന് തന്നെ അപ്പൊ തന്നെ വീടും പൂട്ടി ഇറങ്ങുമായിരുന്നു. ഞാൻ ചെന്നപ്പോ സാധനം മേടിക്കേണ്ട ചെല്ലണം. അല്ലെങ്കിൽ മേടിക്കേണ്ടി വരാൻ ഞാൻ മേടിക്കേണ്ടി വന്നു. വീടിനകത്തിരുന്നാണോ അടിച്ചത്? അല്ല, പുറത്തിന് വീട് പൂട്ടിയിട്ടേ സാർ ഇതിന്റെ റെഡിയായി നിൽക്കുകയാണ്. പാലിക്കട്ടൊക്കെ പോരായിട്ട് സന്ധിക്കാം ചെല്ലുന്ന 4 മണി കഴിഞ്ഞപ്പോ. ഇയാൾ എവിടെയെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ ഇയാളുടെ കാര്യങ്ങള്? പ്രായമുള്ളൊരു മനുഷ്യൻ കാല് കൊണ്ട് പഠിച്ചത് ഞാനാ പിടിച്ച് ചെക്കനൊക്കെ തരുന്നത്. അത്ര ആരോഗ്യമില്ലാത്ത ആളെ പോലെ ഇതിന്റെ ഈ ഉള്ളഭാവില് പുഴുങ്ങി പുഴുവെടുത്തിരിക്കണ ഇതാ ഈച്ചപ്പുഴുവില് അതൊക്കെ എടുത്ത് അങ്ങനെ തുറന്നിരിക്കണോ അതുപോലത്തെ മനുഷ്യൻ. അപ്പൊ നമ്മൾ പ്രായമുള്ള ഒരാളല്ലേ നമ്മൾ 10 വയസ്സുള്ള നമ്മൾ വിളിച്ച് കയറ്റിയിട്ട് വിടുന്നത്. ഇങ്ങനെ ഒരാളാണെന്ന് മദ്യം മേടിച്ചുകൊണ്ട് തരാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ നല്ല അടുപ്പം. കൊലപാതക വിവരം താൻ അറിഞ്ഞിരുന്നില്ലെന്നും അന്ന് വൈകിട്ട് 4 മണി മുതൽ രാത്രി വൈകി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് പണയം വെച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ ഫ്രിഡ്ജുമായി സെബാസ്റ്റ്യൻ എത്തും വരെയും താൻ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മനോജ് സ്ഥിരീകരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ കേസിലെ ജൈനമ തിരോധാന കേസിലെ കൊലപാതക കേസിലെ ഏക സാക്ഷിയാണ് ഓട്ടോ ഡ്രൈവറായ മനോജ്. അതായത് 2024 ഡിസംബർ 23-ന് മനോജ് സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയപ്പോൾ ജൈനമയുടെ മൃതദേഹം അകത്തുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. പക്ഷേ മനോജ് പറയുന്നു തനിക്ക് ഇതേക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്ന ഒരു ഞെട്ടലോടെയാണ് ഈ സംഭവങ്ങളൊക്കെ താൻ
അറിയുന്നത്, മനസ്സിലാക്കുന്നതെന്നാണ്. അത് പൂർണ്ണമായും ഈ മനോജിൻ്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കാമോ? മാത്രമല്ല, നമ്മൾ ഈ ന്യൂസ് 18 മനോജിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിന് ഈ മനോജിനെ സംശയമുണ്ടായിരുന്നോ? ടോമ, ഈ കേസിൽ അന്വേഷണ സംഘം ആദ്യം ചോദ്യം ചെയ്ത ആളാണ് മനോജ് എന്നുള്ളതാണ്. കാരണം ഈ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ചേർത്തലയിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നു. അതായത് ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ അപഹരിച്ചു എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിൽ ലഭ്യമാവുകയും അതേ തുടർന്ന് സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വിശദാംശങ്ങളിൽ നിന്നും ഈ സ്വർണം ഇവിടെ ഉണ്ട്, ചേർത്തലയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പരിശോധന നടത്തി. അങ്ങനെ ആ ഘട്ടത്തിലാണ് ഈ ജൈനമ്മയുടെ സംശയിക്കുന്ന സ്വർണം കുന്നത്ത് ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ പണയം വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകുന്നത്. അങ്ങനെ അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോഴാണ് അത് മനോജ് എന്ന ആളുടെ പേരിലാണ് ആ സ്വർണം വെച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നത്. മനോജ് ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളാണ്. മനോജിൽ നിന്ന് വിശദാംശങ്ങൾ ഇവർ തേടുകയും ചെയ്തു. ഇപ്പോൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ സാക്ഷികളിൽ ഒരാളാണ് മനോജ് എന്നുള്ളതാണ്. കാരണം ഈ സെബാസ്റ്റ്യൻ ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘം കരുതുന്ന 2024 ഡിസംബർ 23 സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ എത്തിയ വ്യക്തി മനോജാണ് എന്നുള്ളതാണ്. അതായത് ആ വീട്ടിൽ ആകെ ഒരാളെ ചെന്നിട്ടുള്ളൂ, അത് മനോജ് മാത്രമാണ്. 3 മണിക്ക് മുമ്പ്, അതായത് മനോജ് ആ വീട്ടിലെത്തുന്നത് 4 മണിയോടടുപ്പിച്ചാണ്. 3 മണിക്ക് മുൻപ് ജൈനമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും സെബാസ്റ്റ്യൻ എന്നുള്ളൊരു അനുമാനത്തിലാണ് അന്വേഷണ സംഘം പോകുന്നത്. മനോജ് ആ വീട്ടിലെത്തിയപ്പോൾ ആ വീടിനകത്ത് ഈ ജൈനമ്മയുടെ മൃതദേഹം ആ വീടിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ്. മൃതദേഹം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കൊലപാതകം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ അക്കാര്യങ്ങളൊക്കെ മനോജിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മനോജ് നിലവിലത്തെ സാഹചര്യത്തിൽ മനോജിന് അത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ സെബാസ്റ്റ്യൻ അത്ര ഒരു നല്ല കക്ഷിയല്ല എന്നുള്ളത് മനോജിന് വ്യക്തമായി അറിയാം. കാരണം പള്ളിപ്പുറത്തെന്നല്ല, ചേർത്തലയിലെ ആർക്കും അറിയാം ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ആളാണ് സെബാസ്റ്റ്യൻ. ബിന്ദു എന്ന സ്ത്രീയുടെ വ്യാജ പവർ ഓഫ് അറ്റോർണി ഉൾപ്പെടെയുള്ള രേഖകൾ കൈക്കലാക്കി അതിന്റെ പണം മുഴുവൻ ഇയാളുടെ കയ്യിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ള സ്വത്തുക്കൾ തട്ടിയെടുത്ത ഒരാളാണ്. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ അത്ര കണ്ടൊരു നല്ല മനുഷ്യനാണ് എന്നുള്ള കണക്കുകൂട്ടൽ മനോജ് താൻ അങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം സെബാസ്റ്റ്യൻ ഇവരെല്ലാവരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അയാളുടെ ഓരോ കേസിലും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, അന്വേഷണ സംഘങ്ങൾ എത്ര തിരഞ്ഞിട്ടും കണ്ടെത്താത്ത കാര്യങ്ങൾ ഇപ്പോഴും ബിന്ദു പത്മനാഭൻ തിരോധാനവും ആയിഷ തിരോധാനവും ഒക്കെയായി ഇടകലർന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ ഒരുപക്ഷെ ജൈനമ്മയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം മനോജിനോട് പങ്കുവച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ സ്വർണം പണയം വെക്കുന്നതിന് വേണ്ടി മനോജിനെ അയാൾ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. അതായത് സ്വർണം പണയം വെക്കാനായിട്ട് സെബാസ്റ്റ്യൻ ഉച്ചയോടുകൂടി മനോജിനെ ഫോണിൽ വിളിക്കുന്നു. മനോജ് ചേർത്തല ടൗണിൽ ഇരുമ്പുപാലത്തിന് സമീപം ഓട്ടോറിക്ഷ ഓടുന്ന ആളാണ്. സെബാസ്റ്റ്യൻ വിളിച്ചിട്ട് ഒരു കുപ്പി മദ്യവുമായി വരാനാണ് നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ സെബാസ്റ്റ്യൻ വീട്ടിലേക്ക്, പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് താൻ പോയി എന്നുള്ളതാണ് മനോജ് നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. ഇത് തന്നെയാണ് അയാൾ അന്വേഷണ സംഘത്തോടും ഒക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാൾ അങ്ങനെയാണ് നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം സെബാസ്റ്റ്യൻ വീട് പൂട്ടി, പള്ളിപ്പുറത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന വീട്ടിലാണ് സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ആ വീട് പൂട്ടിയിട്ട് സെബാസ്റ്റ്യൻ വീടിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മനോജ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ അകത്ത് ഈ പറഞ്ഞ പോലെ ജൈനമ്മയുടെ മൃതദേഹം ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷമൊക്കെ തങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വീടിനകത്ത് പ്രവേശിക്കാറുണ്ട് എന്ന് മനോജ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ വീട് പൂട്ടിയിട്ട് ഇയാൾ അവിടെ നിൽക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കിയത്. പാൻറ്റും ഷർട്ടും ധരിച്ച് വീട് പൂട്ടി പുറത്താണ് സെബാസ്റ്റ്യൻ നിന്നിരുന്നത് എന്നുള്ളതാണ്. കൊണ്ടുചെന്ന മദ്യം മനോജ് പറയുന്നത്, ഞാൻ അവിടെ ഒരു 10 മിനിറ്റോളെ ചെലവഴിച്ചിട്ടുള്ളൂ. ആ 4 മണിക്ക് അവിടെ എത്തുമ്പോൾ സമയത്ത് തന്നെ ആ വരാന്തയിൽ തെക്ക് ഭാഗത്തായുള്ള വരാന്തയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ഒരൊറ്റ കുപ്പി മദ്യവും ആ ഒരു 10 മിനിറ്റിനുള്ളിൽ കുടിച്ചു തീർത്തു എന്നുള്ളതാണ്
മനോജ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ഒരു പണമിടപാട് പണയം വെക്കൽ പരിപാടി ഉണ്ട് എന്ന് ഇയാളോട് പറയുന്നു. അവിടുന്ന് ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ് എന്നുള്ളതാണ് മനോജ് വ്യക്തമാക്കിയുള്ളത്. അതായത് നിർണായകമായി ഈ സംഭവം നടന്നപ്പോൾ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയ ഏക വ്യക്തി മനോജാണ് എന്നുള്ളതാണ്. ഈ കേസിലെ നിർണായക സാക്ഷിയുമാണ് മനോജ്. അവിടുന്ന് ഈ സ്വർണം കൊണ്ടുപോകുന്നു. സ്വർണം പണയം വെക്കാനായി അപ്പോൾ മനോജ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് കേസിലെ നിർണായക സാക്ഷിയാണ്. ഈ മനോജിന് ഏതെങ്കിലും ഘട്ടത്തില് ഈ സെബാസ്റ്റ്യനെ സംശയം ഉണ്ടായിരുന്നു? ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നിയില്ല? കാരണം അത്ര അസ്വാഭാവികമായ രീതിയിൽ സെബാസ്റ്റ്യൻ പെരുമാറുന്നു. ഇയാളുടെ മുൻ പശ്ചാത്തലം മനോജ് ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വാഭാവികമായ പെരുമാറ്റം ആ സമയത്ത് സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? അങ്ങനെ ഒരു സംശയം മനോജിന് തോന്നിയിരുന്നു. മാത്രമല്ല, ശരണി സൂചിപ്പിച്ചു, ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആദ്യം പോലീസ് ചോദ്യം ചെയ്ത വിളിപ്പിച്ച വ്യക്തിയാണ് മനോജ് എന്ന് നമ്മളോട് ന്യൂസ് 8നോട് ഇപ്പോൾ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ മനോജ് അന്ന് പോലീസിനോട് തുറന്നു പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും മനോജിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ക്രൈംബ്രാഞ്ച് സംഘം കുന്നത്ത് ജുവലറിയിൽ എത്തുകയും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ റിക്കവർ ചെയ്യും, സാധനങ്ങൾ പണയം വെച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിച്ചു. കാരണം മനോജിന്റെ ഈ ജുവലറിയിലേക്ക് പോയ സെബാസ്റ്റ്യൻ മനോജ് അവിടെ ചെന്നപ്പോൾ ഇയാൾ നമുക്കറിയാലോ എല്ലാ കാര്യത്തിലും സെബാസ്റ്റ്യൻ എപ്പോഴും ഒരു ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ബിന്ദു പത്മനാഭന്റെ സ്വർണ്ണമല്ല ബിന്ദു പത്മനാഭന്റെ സ്ഥലം കൈക്കലാക്കുന്ന സമയത്ത് വ്യാജ ഡോക്യുമെന്റുകളുമായി അകത്തേക്ക് കയറ്റി വിടുന്നത് ജയ എന്നൊരു സ്ത്രീയാണ്. ഇപ്പൊ നിലവിൽ ആ കേസ് ട്രയലിലേക്ക് വരുന്ന ഘട്ടത്തിൽ ജയക്കാണ് ഏറ്റവും അധികം പ്രശ്നമുണ്ടാകാൻ പോകുന്നത്, ജയക്കാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജൈനമ്മ തിരോധാന കേസിൽ ഏറ്റവും നിർണായക തുമ്പായ ആ സ്വർണം പണയം വെപ്പിച്ചിരിക്കുന്നത് മനോജിനെ കൊണ്ടാണെന്നുള്ളതാണ്. അതായത് മനോജിനോട് അവിടെ എത്തിയപ്പോൾ മനോജിനോട് തൻ്റെ ID കാർഡ് തൻ്റെ കൈവശം ഇല്ല എന്ന് പറയുന്നു. പണം അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ, അതായത് മനോജുമായി നല്ല പരിചയമുള്ള ആളാണ്, മനോജിൻ്റെ ID കാർഡ് ഉപയോഗിച്ചിട്ടാണ് അവിടെ സ്വർണം പണയം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടുന്ന് ജനുവരി 23-ന് സ്വർണം പണയം വെച്ചു എന്ന് മനോജ് നമ്മളോട് സ്ഥിരീകരിച്ചു. നേരത്തെ ജുവലറി ഉടമയായിട്ടുള്ള വെങ്കടേശ്വർ ജുവലറിയിൽ സദാശിവൻ നമ്മളോട് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. അതായത് 23-ന് പണയം വെച്ചതിന് ശേഷം പിന്നെ ഈ സ്വർണം പണയം വെച്ച പൈസ 1.25 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. 25 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. ആ മാലയാണ്, ജൈനമ്മയുടെ മാലയാണത്. ആ മാല കൊണ്ട് പണയം വെച്ചിട്ട് ഇവർ ആ പൈസയുമായി വീണ്ടും ചേർത്തല നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചേർത്തല നഗരത്തിലെ ഒരു ഗൃഹോപകരണശാലയിൽ പോയിട്ട് അവിടെ നിന്നൊരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജും എല്ലാ സാധനങ്ങളുമായി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് എത്തുന്നത് വരെ മനോജ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരിടത്ത് പോലും ഒരു അസ്വാഭാവികതയും തനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, ഇത്രയും ഒരു കുപ്പി മദ്യം ഒറ്റയടിക്കിരുന്ന ഒരാൾ കുടിച്ചു തീർക്കുന്നു, അയാൾ മറ്റെന്തെങ്കിലും ഒരു ഭാവഭേദം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മനോജ് പറയുന്ന സെബാസ്റ്റ്യൻ സ്ഥിരം ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് സെബാസ്റ്റ്യൻ കുടിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റ കുപ്പിയൊക്കെ അയാൾക്ക് നിമിഷ നേരം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മനോജ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല മനോജ് പറയുന്നത് കാലിൻ്റെ ഉള്ളം കാല് പഴുത്തിട്ട് പ്രമേഹം വന്ന് ബുദ്ധിമുട്ടായി വലിയ മുറിവ് കാലിലുണ്ട്, തന്നെ കൈവച്ച് പിടിച്ചിട്ടാണ് പലപ്പോഴും സ്റ്റെപ്പ് കയറുന്നത്. അങ്ങനെ കയറുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഓർത്തിട്ട് ഭയം തോന്നുന്നു എന്നുള്ളതാണ് അയാൾ വ്യക്തമാക്കുന്നത്. സെബാസ്റ്റ്യൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിപ്പോൾ അയാൾ വിശ്വസിക്കുന്നില്ല, ഇത് ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാലോ, ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വന്നെങ്കിലും സെബാസ്റ്റ്യൻ അതിനകത്ത് നന്നായി കാശ് വിതറി ആ കേസിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുകയാണ്. കാരണം ട്രയൽ തുടങ്ങുന്ന ഘട്ടത്തിൽ പോലും അവിടെ അന്ന് ആ വ്യാജരേഖകളുമായി അകത്ത് കയറിയ ആളുകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പെടാൻ പോകുന്നത്. സെബാസ്റ്റ്യൻ അപ്പോഴും ഒരു വെറും ഇടനിലക്കാരനായി പുറത്തു നിൽക്കുന്നു എന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ സെബാസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനോജിനെയും ജൈനമ്മയുടെ സ്വർണം കൊടുത്ത് ഇയാൾ പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ വീഴുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസ് സാക്ഷിയാണ്. മനോജിന് മറ്റു പങ്കാളിത്തം ഇല്ലെന്നാണ്. കാരണം മനോജിൻ്റെ ഫോൺ അന്വേഷണ സംഘം തന്നോട് ചോദ്യം ചെയ്തപ്പോൾ അവിടെ എത്തി, ഈ സമയത്ത് എത്തി എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ സംഘം തന്നോട് അങ്ങനെയാണെങ്കിൽ നീ അത് കണ്ടിട്ടുണ്ടാകുമല്ലോ എന്ന് മറു ചോദ്യം ചോദിച്ചുവെന്ന് മനോജ് പറഞ്ഞു. അകത്തുണ്ടായിരുന്നല്ലോ, നീ വരുമ്പോഴാണല്ലോ അകത്തുണ്ടായിരുന്നെന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ മനോജ് ഉറപ്പിച്ച് പറയുന്നു, ഞാനത് കണ്ടിട്ടില്ല. പിന്നീട് ഫോൺ ടവർ ലൊക്കേഷൻ വെരിഫൈ ചെയ്തപ്പോൾ 4 മണിക്ക് ശേഷമാണ്, 4 മണിയോട് അടുപ്പിച്ചാണ് മനോജ് അവിടെ എത്തിയെന്നുള്ളത് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ മനോജിനെ അവിടെ നിന്ന് വിട്ടത്. പക്ഷെ ജൈനമ്മയുടെ സ്വർണം വിറ്റതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സെബാസ്റ്റ്യൻ ചെയ്ത ആ പണം എന്തിനു ഉപയോഗിച്ചു? അതായത് ജൈനമ്മയുടെ സ്വർണം വിറ്റ് ആ ഫ്രിഡ്ജ് വാങ്ങിപ്പോയ സെബാസ്റ്റ്യൻ ഡിസംബർ 30-നാണ് തിരിച്ചെത്തിയതെന്ന് മനോജ് പറയുന്നു. ഡിസംബർ 30-ന് മനോജും സെബാസ്റ്റ്യനും കൂടെ പോയാണ് ആ ജുവലറി ഉടമ സദാശിവനുമായിട്ട് സ്വർണം പണയത്തിൽ നിന്നെടുക്കുകയും
അത് കൊണ്ടുവന്ന് വിറ്റ് പൈസ മേടിക്കുകയും ചെയ്തിട്ടുള്ള അക്കാര്യങ്ങൾ ഉൾപ്പെടെ മനോജ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കേസിലെ ഈ തിരോധാന കേസുമായി ഈ ജൈനമ്മ തിരോധാനങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരമാണ് മനോജിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വെളിപ്പെടുത്തലാണ് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ജൈനമ്മ കൊല്ലപ്പെട്ട ദിവസം സെബാസ്റ്റിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കേസിലെ ഏക സാക്ഷിയാണ്. അതിനിർണായകമാണ് മനോജിൻ്റെ വെളിപ്പെടുത്തൽ.